ബോങ് ജൂൺ-ഹോ, ഹാൻ ജിൻ-ഹാൻജിക്കൊപ്പം കഥയെഴുതി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ചിത്രമാണ് പാരസൈറ്റ്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ മറ്റൊരു സമ്പന്ന കുടുംബത്തിലേക്ക് നടത്തുന്ന അതിശയകരമായ നുഴഞ്ഞുകയറ്റം. ഇന്നോളം കണ്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമായിരുന്നു പാരസൈറ്റ് എനിക്ക് സമ്മാനിച്ചത്. ഓരോ സീനും ഓരോ കഥാപാത്രങ്ങളും എന്നെ കൂടുതൽ ആകാംക്ഷയിലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ ഇതൊരു ത്രില്ലർ ഫിലിം മാത്രം എന്ന് പറയാനാവില്ല. പലതിൻ്റെയും അസാമാന്യമായൊരു കോമ്പിനേഷനായിരുന്നു. കിം ഫാമിലി ഒരു പാവപ്പെട്ട കുടുംബമാണ്. ചെറിയ ജോലികളൊക്കെ ചെയ്ത് പണമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു. അവർ താമസിക്കുന്നത് ചേരി പ്രദേശത്തുള്ള ഒരു ബേസ്മെൻറ്റിലെ ഫ്ലാറ്റിലാണ്. അവിടേക്ക് സൂര്യപ്രകാശം പോലും നന്നായി കടന്നു ചെല്ലില്ല. അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കിം ഫാമിലിയിലെ മകൻ കീവൂന് ഒരു റിച്ച് ഫാമിലിയിലെ പെൺകുട്ടി ഡാ ഹൈന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കാനുള്ള ചാൻസ് കിട്ടുന്നു. സഹോദരി കീ ജങ്ങിൻ്റെ സഹായത്തോടെ ഒരു കള്ള സർട്ടിഫിക്കറ്റും സംഘടിപ്പിക്കുന്നു. അതുവരെ ഒരു ഇരുണ്ട ബേസ്മെൻറ്റിൽ കഴിഞ്ഞിരുന്ന കീവു ഒരു വലിയ വീട്ടിലേക്കുള്ള കോണിപ്പടികൾ കയറി പോകുമ്പോൾ ജ്വലിക്കുന്ന സൂര്യൻ്റെ പ്രകാശം വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അയാളെ സ്പർശിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമ്പന്ന വീട്ടിൽ നിന്നും അയാൾക്ക് മെച്ചപ്പെട്ട സാലറിയും കിട്ടി. പാർക്ക് ഫാമിലിയിലെ ഇളയ കുട്ടി ഡാ സോങ്ങിന് ഒരിക്കൽ കിച്ചണിൽ ഒരു ഗോസ്റ്റിനെ കണ്ടപ്പോൾ മുതൽ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടിരുന്നു. അതിനാൽ അതിനുവേണ്ടി ഒരു ആർട്ട് തെറാപ്പിസ്റ്റിനെ വയ്ക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നതും അതിനായി തൻ്റെ സിസ്റ്റർ കീ ജങ്ങിനെ ജസീക്ക എന്ന കള്ളപ്പേരിൽ ആ കുട്ടിയുടെ അമ്മ യൂൻ ക്യൂവിന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓൾറെഡി മിസ്സിസ് പാർക്കിൻ്റെ വിശ്വാസം പിടിച്ചുപറ്റാൻ കീവൂന് സാധിച്ചതിനാൽ ജസീക്കയെ അവർ ആർട്ട് തെറാപ്പിസ്റ്റായി അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ജസീക്ക വന്നതോടെ ഡാ സോങ്ങിന് നല്ല മാറ്റവും വരുന്നു. പാർക്ക് ഫാമിലിയുടെ ഡ്രൈവർ യൂണാണ്. യൂണിനെ മാറ്റി അവരുടെ അച്ഛനെ ഡ്രൈവറായി അവിടെ കൊണ്ടുവരുന്നതിന് യൂൺ അറിയാതെ ജസീക്ക അല്ലെങ്കിൽ ജസീക്ക എന്ന കള്ളപ്പേരിൽ അവിടെ കയറിക്കൂടിയ കിങ് ജങ് യൂൺ അറിയാതെ അവളുടെ പാൻറ്റീസ് ഊരി കാറിൽ വയ്ക്കുന്നു. മിസ്റ്റർ പാർക്ക് കാറിൽ കയറുമ്പോൾ ഇത് കാണുകയും കാറിൽ വെച്ച് യൂൺ സ്ത്രീകളുമായി സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിച്ച് അവനെ അവിടെ നിന്നും പിരിച്ചുവിടുകയും ചെയ്യുന്നു. ആ ഗ്യാപ്പിലേക്ക് കീ ടീക്ക് വരുന്നു. പാർക്ക് ഫാമിലിയിൽ വർഷങ്ങളായി ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത് മൂൺ ഗ്യാങ് എന്നൊരു ലേഡിയാണ്. അവർക്ക് പീച്ച് അലർജിയുണ്ട് എന്ന് മനസ്സിലാക്കി അവർ മനഃപൂർവ്വം പീച്ച് പൊടി അവരുടെ ദേഹത്ത് ഇടുകയും അതുകൊണ്ട് വിഷമിക്കുന്ന അവർ ചുമയ്ക്കുന്നത് ട്യൂബർക്യുലോസിസ് കൊണ്ടാണെന്ന് വരുത്തി തീർത്ത് അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ കിം ഫാമിലിയിലെ അമ്മ ചങ് സൂക്കിനെ അവിടെ ഹൗസ് കീപ്പിങ്ങിനായി കൊണ്ടുവരുന്നു. അങ്ങനെ കിം ഫാമിലിയിലെ മുഴുവൻ ആളുകളും പാർക്ക് ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറുന്നു. അവർ 4 പേരും പരസ്പരം അറിയാത്തവരായി ഭാവിച്ച് അവിടെ ജോലി ചെയ്യുന്നു. അമ്മ മാത്രം അവിടെ നിൽക്കുകയും ബാക്കി 3 പേരും പോയി വരികയുമാണ് ചെയ്യുന്നത്. കിം ഫാമിലിയിലെ മകൻ പാർക്ക് ഫാമിലിയിലെ മൂത്ത മകൾ ഡാ ഹൈയുമായി ഒരു സീക്രട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. ഒരിക്കൽ പാർക്ക് ഫാമിലി ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോകുമ്പോൾ വീട്ടിൽ ആരുമില്ലാതാവുന്നു. കിം ഫാമിലി അതൊരു അവസരമായി കണ്ട് ആഘോഷിക്കുന്നു. കിം ഫാമിലി ഒരുമിച്ച് ആ വീട്ടിലെ ലക്ഷറീസൊക്കെ ഉപയോഗിക്കുന്നു. അവർ സ്വന്തം വീട് പോലെ അവിടെ ബിഹേവ് ചെയ്യുന്നു. ഈ സമയം ഡോറിൽ കോളിംഗ് ബെൽ കേട്ട് നോക്കുമ്പോൾ അവിടുത്തെ പഴയ ഹൗസ് കീപ്പർ ചങ് സൂക്ക് ആയിരുന്നു. അവർ ആ വീടിൻ്റെ ബേസ്മെൻറ്റിൽ എന്തോ വെച്ച് മറന്നു, അതെടുക്കണം എന്ന് പറഞ്ഞ് കയറുന്നു. അതുവരെ എല്ലാവർക്കും അറിവില്ലാതിരുന്ന ബേസ്മെൻറ്റിലേക്കുള്ള ഒരു സീക്രട്ട് എൻട്രൻസ് അവർ തുറക്കുന്നു. അവിടെ അവരുടെ ഹസ്ബൻഡ് യു സ്യൂനെ അവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരുന്നു. ഒരിക്കൽ കിച്ചണിലെത്തിയ യു സ്യൂനെ കണ്ടാണ് ഡാ സാങ് പേടിച്ചതും അത് ഗോസ്റ്റാണെന്ന് എല്ലാവരും വിചാരിച്ചതും. ഈ ബേസ്മെൻറ്റ് ബങ്കർ ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഫാമിലിയാണ് ഉണ്ടാക്കിയത്. പാർക്ക് ഫാമിലിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഗ്യൂ സ്യൂനെ കുറച്ചു നാൾ കൂടി ആ ബങ്കറിൽ താമസിപ്പിക്കണമെന്ന് പഴയ ഹൗസ് കീപ്പർ മ്യൂങ് ഗ്യാങ് റിക്വസ്റ്റ് ചെയ്യുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഹൗസ് കീപ്പറായ ചങ് സൂക്ക് അതിനെ അനുവദിക്കുന്നില്ല.
അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബേസ്മെൻറ്റ് ബങ്കറിലേക്ക് വന്ന കിം ഫാമിലിയിലെ മറ്റു 3 പേരെയും മൂൺ ഗ്യാങ് കാണുന്നു. അങ്ങനെ അവരെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് പാർക്ക് ഫാമിലിയെ കാണിക്കുമെന്ന് മൂൺ ഗ്യാങ് ഭീഷണിപ്പെടുത്തുന്നു. അതിനിടയിൽ മിസ്സിസ് പാർക്ക് ചങ് സൂക്കിനെ വിളിച്ച് ഹെവി സ്റ്റോം കാരണം അവർ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി വെക്കണമെന്നും ആവശ്യപ്പെടുന്നു. പാർക്ക് ഫാമിലി ഇന്ന് വരില്ല എന്ന വിശ്വാസത്തിൽ അവിടം മുഴുവൻ അവർ യഥേഷ്ടം യൂസ് ചെയ്യുകയായിരുന്നു. ടേബിൾസും ചെയേഴ്സും ബാത്ത് ടബും എന്നുവേണ്ട എല്ലാം. അതൊക്കെ അടുക്കി വെക്കേണ്ടതുണ്ട്. അവർ എത്തുന്നതിന് മുമ്പ് പഴയ വേലക്കാരിയെയും ഭർത്താവിനെയും ബങ്കറിനുള്ളിൽ കെട്ടിയിട്ട് കിം ഫാമിലി വീടിനുള്ളിലെ എല്ലാം ഒതുക്കി വയ്ക്കുന്നു. അമ്മ മൂൺ ഗ്യാങ് മാത്രമേ ആ വീട്ടിൽ താമസമുള്ളൂ. അതിനാൽ മറ്റു 3 പേർക്കും വീടിന് പുറത്തേക്ക് പോവുകയും വേണം. എന്നാൽ അവർ അവിടെ നിന്നും പുറത്തിറങ്ങുന്നതിന് മുമ്പ് പാർക്ക് ഫാമിലി അവിടെ എത്തുന്നു. അവരെ കാണാതെ കിം ഫാമിലിയിലെ അച്ഛനും ടീനേജ് പ്രായം കഴിഞ്ഞ മകനും മകളും ഹാളിലെ ടേബിളിനടിയിൽ ഒളിക്കുന്നു. പാർക്ക് ഫാമിലിയിലെ ഇളയ കുട്ടിക്ക് കളിക്കാൻ പുറത്ത് കെട്ടുന്ന ടെൻറ്റ് അവർ കൊണ്ടുവന്നിരുന്നു. അന്ന് ആ ടെൻറ്റിൽ മാത്രമേ കിടക്കൂ എന്ന് അവൻ വാശി പിടിക്കുന്നു. അച്ഛനും അമ്മയും അത് അനുവദിച്ചു കൊടുക്കുന്നു. അവനെ കാണാവുന്ന വിധത്തിൽ പാർക്ക് ഫാമിലിയിലെ ഭാര്യയും ഭർത്താവും അന്ന് ഹാളിലെ സോഫയിൽ തന്നെ കിടക്കാൻ തീരുമാനിക്കുന്നു. അവർ അറിയാതെ കിങ് ഫാമിലിയും അവിടെയുണ്ട്. അവിടെ കിടക്കുമ്പോൾ മിസ്റ്റർ പാർക്ക് അയാളുടെ വൈഫിനോട് പറയുന്നു അവിടെ അവരുടെ ഡ്രൈവർ കീ ടീക്കിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന ബാഡ് സ്മെൽ അനുഭവപ്പെടുന്നുവെന്ന്. കീ ടീക്ക് നല്ലൊരു ഡ്രൈവർ ആണെങ്കിലും അയാളുടെ ബോഡിയിൽ നിന്ന് വരുന്ന ലോ ക്ലാസ് പീപ്പിളിൻ്റെ ദുർഗന്ധം ഭയങ്കരമാണെന്ന് അവരോട് പറയുന്നു. ടേബിളിന് അടിയിൽ കിടന്ന് തൻ്റെ മക്കളുടെ അടുത്ത് കിടന്ന് ഇത് കേൾക്കുന്ന കീ ടീക്കിൻ്റെ മുഖത്ത് നിഴലിക്കുന്ന വിഷാദം എടുത്തു കാണിക്കുന്നുണ്ട്. വർത്തമാനത്തിന് ശേഷം പാർക്ക് ദമ്പതികൾ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്കും പോകുന്നുണ്ട്. രതിമൂർച്ചയിൽ അവർ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും ഈ അച്ഛനും മക്കളും അവിടെ കിടന്ന് കേൾക്കുന്നു. അതിനിടയിൽ കീവു അവിടുത്തെ പെൺകുട്ടി ഡാ ഹയുമായി ചാറ്റ് ചെയ്യുന്നുമുണ്ട്. അച്ഛൻ, മകൾ, മകൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഈ സിറ്റുവേഷനിൽ വന്നുപെടുന്ന ഈ ഷോട്ട് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി, ദുഃഖിപ്പിച്ചു, ചിന്തിപ്പിച്ചു എന്ന് പറയാം. ഓരോ നിമിഷവും വിഷ്വൽ ട്രീറ്റ് കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ ഈ മൂവിയിലെ ഏറ്റവും ഹൃദയഭേദകമായ സീനായിരുന്നു ഇത്. അവിടെ നിന്നും അവർ എങ്ങനെയോ പാർക്ക് ഫാമിലിയുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. എന്നാൽ തലേ ദിവസം പെയ്ത പെരുമഴയിൽ കിം ഫാമിലിയുടെ ബേസ്മെൻറ്റിലെ ഫ്ലാറ്റ് മുഴുവൻ മുങ്ങിപ്പോയിരുന്നു. അതിനാൽ അവർക്ക് സർക്കാർ ഒരുക്കിയ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നു. പിറ്റേ ദിവസം ഒന്നും അറിയാത്തതുപോലെ കീ ടീക്ക് ജോലിക്ക് പോകുന്നു. തലേ ദിവസം മിസ്റ്റർ പാർക്ക് അയാളെക്കുറിച്ച് പറഞ്ഞ ലോ ക്ലാസ് പീപ്പിളിൻ്റെ ദുർഗന്ധം അയാളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. മിസ്സിസ് പാർക്കിനെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവർ കാറിലിരുന്ന് അവരുടെ ഹൈ ക്ലാസ് ഫ്രണ്ട്സുമായി സംസാരിക്കുന്നുണ്ട്. സംസാരത്തിനിടയിൽ അവർ പറയുന്നു ഇന്നലെ പെയ്ത പെരുമഴയിൽ അന്തരീക്ഷത്തിലെ പൊടിയെല്ലാം പോയി ക്ലീനായി. അതിനാൽ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നമുക്കൊരു പാർട്ടി നടത്താമെന്ന്. ആ പെരുമഴയിൽ കിടപ്പാടം തന്നെ നഷ്ടപ്പെട്ട കീ ടീക്ക് ഇത് കേട്ടുകൊണ്ട് നിർവികാരനായി കാർ ഓടിക്കുന്നുണ്ട്. ഒരിക്കൽ പാർക്ക് ഫാമിലിയിലെ ഇളയ കുട്ടി ഡാ സോങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജെസിക്കയുടെ അതേ സ്മെല്ലാണ് കീവൂക്കും കീ ടീക്കിനും ചുങ് സൂക്കിനും എന്ന് പറയുന്നുണ്ട്. മകൻ പറയുന്നത് മിസ്സിസ് പാർക്ക് കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. ഇത് കിങ് ഫാമിലിയിലെ എല്ലാവരെയും അല്പം ഭയത്തിലും സങ്കടത്തിലുമാക്കുന്നുണ്ട്. എങ്കിലും അവർ ഒന്നും മിണ്ടുന്നില്ല. അവർ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ സോപ്പാണോ ഈ മണത്തിന് കാരണം എന്നവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഡാ സാങ്ങിൻ്റെ ബർത്ത്ഡേക്ക് പാർക്ക് ഫാമിലി ഓർഗനൈസ് ചെയ്ത ഔട്ട്ഡോർ പാർട്ടി നടക്കുകയാണ്. അതിഥികളൊക്കെ എത്തി. ഇഷ്ടവിഭവങ്ങൾ നിരന്നു. എല്ലാവരും ആഘോഷത്തിലാണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിം പാർട്ടി ഓർഗനൈസ് ചെയ്തുകൊണ്ട് അവിടെ തന്നെയുണ്ട്. കീ വൂയും കീ ജങ്ങും അതിഥികളായി അവിടെ എത്തി. പാർട്ടിക്കിടയിൽ ആരും കാണാതെ കിങ് ഫാമിലിയിലെ മകൻ ബങ്കറിൽ കടന്ന് ഗ്യൂൻ സൂയെയും മൂൺ ഗ്യാങ്ങിനെയും കൊല്ലാൻ പോകുന്നു. മൂൺ ഗ്യാങ് ഓൾറെഡി മരിച്ചിരുന്നു. ഇനി ഗ്യൂൻ സൂയെയാണ് കൊല്ലേണ്ടത്. എന്നാൽ കീ വൂവിനെ ആക്രമിച്ച് പുറത്തേക്ക് വന്ന് ഗ്യൂസു കിങ് ജങ്ങിനെ ഒരു കത്തി കൊണ്ട് എല്ലാവരുടെയും മുന്നിലിട്ട് കുത്തുന്നു.
ഇത് കണ്ട് ഡാ സോങ് ഗ്യൂസൂവിനെ കണ്ടാണ് മെൻ്റൽ ട്രോമയിലായത്. വീണ്ടും ഗ്യൂസൂവിനെ കാണുമ്പോൾ അവൻ പേടിക്കുന്നു. ഗ്യൂസൂവും ചങ് സൂക്കും തമ്മിൽ അവിടെ ഒരു മൽപ്പിടുത്തം തന്നെ നടക്കുന്നു. ചങ് സൂക്ക് അയാളെ ഒരു ബാർബിക്യൂ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. കീ ടീക്ക് അയാളുടെ കുത്തുകൊണ്ട് കിടക്കുന്ന മകൾ കീ ജങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പോകുമ്പോൾ മിസ്റ്റർ പാർക്ക് അയാളുടെ മകൻ ഡാ സാങ്ങിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നു. ഇതിനിടയിൽ ഗ്യൂസൂവിൻ്റെ ദേഹത്തു നിന്നും വരുന്ന ദുർഗന്ധം കാരണം മിസ്റ്റർ പാർക്ക് കാണിക്കുന്ന റിയാക്ഷൻ കാണുമ്പോൾ കീ ടീക്കിന് ദേഷ്യം വരുന്നു. അയാൾ മിസ്റ്റർ പാർക്കിനെ കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഒരു പക്ഷേ മിസ്റ്റർ പാർക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള പ്രതികരണം കേട്ടതു മുതൽ കീ ടീക്ക് അനുഭവിച്ചിരുന്ന ഫ്രസ്ട്രേഷനാകാം അയാളെ ഇതിന് പ്രേരിപ്പിച്ചത്. ഒരാഴ്ച കഴിഞ്ഞ് കീ വു ബ്രെയിൻ സർജറി കഴിഞ്ഞ് റിക്കവർ ആവുന്നു. കീ വുയും അയാളുടെ അമ്മ ചങ് സൂക്കും പോലീസ് നിരീക്ഷണത്തിലാണ്. കീ ടീക്കും ഗ്യൂൻസൂയും എവിടെയെന്ന് ആർക്കും അറിയില്ല. കീ ജങ് മരണപ്പെട്ടു. ഇപ്പോൾ മിസ്റ്റർ പാർക്കിൻ്റെ വീട്ടിൽ മറ്റൊരു ഫാമിലിയാണ് താമസിക്കുന്നത്. കീ വു ആ വീട് നിരീക്ഷിക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ കീ ടീക്ക് ആ വീടിൻ്റെ ബേസ്മെൻറ്റ് ബങ്കറിൽ ഉണ്ടാകുമെന്ന് അവനറിയാം. ഒരു നാൾ ഒരുപാട് പൈസയുണ്ടാക്കി ആ വീട് വിലയ്ക്ക് വാങ്ങി തൻ്റെ അച്ഛനെ മോചിപ്പിക്കണമെന്ന് കീ വുവിൻ്റെ പ്രതീക്ഷയിൽ സിനിമ അവസാനിക്കുന്നു. കീ വുവിനെ പോലെ ഒരു ദരിദ്രന് ആ വീട് വാങ്ങാൻ സാധിക്കുമോ എന്ന് പ്രേക്ഷകരുടെ ഭാവനയ്ക്ക് വിട്ടിരിക്കുകയാണ് സംവിധായകൻ.